എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിട്ടുള്ള ITIകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂലൈ 10 വരെ നീട്ടി. അപ്പോൾ വിദ്യാർത്ഥികൾ ഇതുവരെ ITIയിലേക്ക് അപേക്ഷ സമർപ്പിക്കാത്തവർക്ക് പുതുതായിട്ട് അപേക്ഷിക്കാനും ഓൾറെഡി അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അപേക്ഷ എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്ത ശേഷം തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ITIയിൽ പോയിക്കൊണ്ട് നിങ്ങളുടെ അപേക്ഷ വെരിഫിക്കേഷൻ ചെയ്യുന്നതിനും ജൂലൈ 10 വരെ വിദ്യാർത്ഥികൾക്ക് അവസരമുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ITIയിലേക്ക് ഇതുവരെ അപേക്ഷ സമർപ്പിച്ചിട്ടില്ല എങ്കിൽ ഉടൻ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ നിലവിൽ പല കോളേജിലേക്കും വിദ്യാർത്ഥികൾക്ക് നിലവിൽ ഓപ്ഷനുകൾ നൽകാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. itiadmissions.kerala.gov.in/splash.php എന്നുള്ള ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കുക. ഈ ഒരു പേജിൽ പ്രവേശിച്ച ശേഷം നിങ്ങൾക്ക് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണാൻ പറ്റും ഗവൺമെൻറ് ITIs എന്ന് പറഞ്ഞിട്ട് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ ITIകളാണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഈ ലിസ്റ്റ് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ നാട്ടിൽ, അത് നിങ്ങളുടെ ജില്ലയിൽ ഏതൊക്കെ ITIകൾ ഉണ്ടോ എന്നത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ പല ITIകൾ ഉണ്ടാവും. അതിൽ നിങ്ങളുടെ നാട്ടിലുള്ള ITIകൾ ഏകദേശം ഒരു 2-3 നാളിനൊക്കെ നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ ജില്ലയിലൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളത് കൃത്യമായിട്ട് ഏതൊക്കെ ITIകളാണുള്ളത്, അതുപോലെ നിങ്ങൾക്ക് പോയിട്ട് വരാൻ പറ്റുന്ന ITIകൾ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് നോക്കുക. അപ്പോൾ നോക്കിയിട്ട് ആ ഒരു കോളേജുകൾക്ക് നേരെ ഇതേപോലെ റീഡ് മോർ എന്നുള്ള ലിങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ റീഡ് മോർ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ആ ഒരു ITIകളിൽ ഏതൊക്കെ കോഴ്സുകളാണ് ഉള്ളതെന്ന് കാണാൻ പറ്റും. ഇതേപോലെ ചില ITIകളിൽ ഇതേപോലെ ഏകദേശം ഒരു 3 കോഴ്സൊക്കെ കാണാൻ പറ്റും. എന്നാൽ 6 കോഴ്സൊക്കെയുള്ള ഈ ഒരു കോളേജ്, 6 കോഴ്സൊക്കെയുള്ള ഈ ഒരു ITIകളുണ്ട്. അപ്പോൾ ചില കോളേജിൽ ഇതേപോലെ 2 കോഴ്സുകളൊക്കെയാണുള്ളത്. എന്നാൽ ചില കോളേജുകൾ, അതായത് ഇപ്പോൾ ഇവിടെ ഏകദേശം ചില കോളേജിലൊക്കെ കുറേ കോഴ്സുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് കോഴ്സുകൾ, അതായത് ആ ഒരു കോഴ്സുകൾ എവിടെയൊക്കെയാണ് ഉള്ളത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ചില ITIകളിൽ ഏകദേശം ഒരു 2 പ്രോഗ്രാമുകളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന കോഴ്സുകൾ ഏതൊക്കെ ITIകളിലാണുള്ളത്, ആ ഒരു ITIകളിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുമോ, ഇതൊക്കെ നിങ്ങൾ നോക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ITIയിൽ മെക്കാനിക് ഉണ്ട്, മോട്ടോർ വെഹിക്കിളുണ്ട്, അതുപോലെ മെക്കാനിക്കൽ ട്രാക്ടർ ഉണ്ട്, മെക്കാനിക്കൽ ഡീസൽ ഫിറ്റർ, അതുപോലെ തന്നെ പലതരത്തിലുള്ള കോഴ്സുകൾ ഇതിൽ കൊടുത്തത് കാണാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള കോഴ്സുകളിൽ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ള കോഴ്സുകൾ ഇതിൽ എവിടെയൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ചില ITIകളിൽ ഇതേപോലെ ഏകദേശം ഒരു 10-12 കോഴ്സൊക്കെ ഇവിടെ പല ITIകളിലും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കുക. നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകൾ എവിടെയൊക്കെയാണോ ഉള്ളതെന്ന് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കാം. ഇത് മനസ്സിലാക്കിയ ശേഷം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നേരെ നിങ്ങൾ അപ്ലൈ നൗ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്ലൈ നൗ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങൾ ഒരു itiadmissions.kerala.gov.in/splash.php എന്നുള്ള പേജ് ഓപ്പൺ ആയിട്ട് വരും. അവിടെ നിങ്ങൾക്ക് ന്യൂ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ലിങ്ക് ഇവിടെ കൊടുത്ത് കാണാൻ പറ്റും. ആദ്യം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നൽകാനായിട്ട് നിങ്ങളുടെ ഫുൾ നെയിം കൊടുക്കുക. ഫുൾ നെയിം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേര് ഇനീഷ്യൽ സഹിതം എന്താണോ ഉള്ളത് അത് കറക്റ്റായിട്ട് നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നിങ്ങളുടെ അടുത്തതായിട്ട് കൊടുക്കേണ്ടത് നിങ്ങളുടെ മൊബൈൽ നമ്പറാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നീട് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷന് ഒരു പാസ്വേഡ് ആവശ്യമാണ്. അപ്പോൾ പുതുതായിട്ട് നിങ്ങൾക്ക് ഏത് പാസ്വേഡാണോ സെറ്റ് ചെയ്യേണ്ടത് ആ ഒരു പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആ ഒരു സെയിം പാസ്വേഡ് തന്നെ നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് കൃത്യമായിട്ട് ഒരു പേപ്പറിൽ എഴുതി വെക്കുക. കാരണം ഇത് പിന്നീട് ലോഗിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു അപേക്ഷിക്കുമ്പോൾ നിങ്ങൾ നൽകുന്ന മൊബൈൽ നമ്പറും അതുപോലെ നിങ്ങൾ ഇപ്പോൾ നൽകുന്ന ആ ഒരു പാസ്വേഡും ആവശ്യമാണ്. അപ്പോൾ ആ ഒരു 2 കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതി വെക്കുക. എഴുതി വെച്ച ശേഷം വിദ്യാർത്ഥികൾക്ക് താഴെയായിട്ട് നിങ്ങൾക്ക് ക്യാപ്ച കോഡ് കൊടുക്കാൻ കാണും. അപ്പോൾ ഈ ക്യാപ്ച കോഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ക്യാപ്ച കോഡ് നിങ്ങൾക്ക് കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം ലെറ്റേഴ്സ് ഒക്കെ കാണാൻ പറ്റും, അതുപോലെ നമ്പേഴ്സ് ഒക്കെ കാണാൻ പറ്റും. അതാണ് ക്യാപ്ച കോഡ്. അതിവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ എന്താണ് കാണുന്നത് അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം രജിസ്റ്റർ നൗവിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഫോൺ വഴി തന്നെ ഈ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും. അപേക്ഷയുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ ആദ്യം നൽകുക എന്നുള്ളതും പിന്നീട് 100 രൂപയാണ് ഫീ പേയ്മെൻറ്റ്. അപ്പോൾ ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതും പിന്നീട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക എന്നുള്ളതും ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത ശേഷം പിന്നീട് തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ITI, നിങ്ങളിപ്പോൾ ഒരു 3-4 ITIയിൽ ഓപ്ഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ഏതെങ്കിലും ഒരു ITI, തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു ITIയിൽ നിങ്ങൾ ആ ഒരു പോയിട്ട് വെരിഫിക്കേഷൻ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളുടെ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ അപേക്ഷയിൽ നൽകിയിട്ടുള്ള ഡോക്യുമെൻറ്റുകളിലും എടുത്തുകൊണ്ട് വിദ്യാർത്ഥികൾ തൊട്ടടുത്തുള്ള ഗവൺമെൻറ് ITI ഏതാണോ അവിടെ പോയിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ ചെയ്യുക. ഇങ്ങനെ ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ ചെയ്യുന്നതോടുകൂടിയാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. അതായത് ഓൺലൈനായിട്ട് അപേക്ഷ നൽകി എന്നുള്ളതുകൊണ്ട് മാത്രം നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഈ ഒരു ITIയിലേക്ക് പരിഗണിക്കില്ല. നിങ്ങളുടെ അപേക്ഷ വെരിഫിക്കേഷൻ ചെയ്താൽ മാത്രമേ, അത് തൊട്ടടുത്തുള്ള ഗവൺമെൻറ് ITIയിൽ പോയിക്കൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ അപേക്ഷ
ഒരു ITI അഡ്മിഷന് വേണ്ടി പരിഗണിക്കുള്ളൂ. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ഇനി സ്വന്തമായിട്ട് അപേക്ഷിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ യൂസർ മാനുവൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ യൂസർ മാനുവൽ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ആ ഒരു യൂസർ മാനുവൽ ഇവിടെ PDF ആയിട്ട് നിങ്ങൾക്ക് ഇതേപോലെ ഡൗൺലോഡ് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു PDF കൃത്യമായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് സ്വന്തമായിട്ട് ഒരു അപേക്ഷ നൽകേണ്ടത് എന്നുള്ളത് ഉൾപ്പെടെ കൃത്യമായിട്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും 108 ഗവൺമെൻറ് ITIകളുണ്ട്. അതിൽ ടോട്ടലായിട്ട് ഏകദേശം 80ഓളം ട്രേഡുകളാണ് ഉള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതിനനുസരിച്ച് വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് ഏതൊക്കെ കോഴ്സുകളാണ് ഉള്ളതെന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് 78 കോഴ്സുകളും 78 ട്രേഡ്സ് എന്ന് പറഞ്ഞാൽ കോഴ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 78 കോഴ്സുകളുണ്ട്. അതുപോലെ തന്നെ അതിൽ 108 ഗവൺമെൻറ് ITIകൾ ടോട്ടലായിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിൽ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ എങ്ങനെയാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ടോട്ടലായിട്ട് കേരളത്തിലെ 108 ഗവൺമെൻറ് ITIകളിലെ ഏതിലെയും പ്രവേശനത്തിന് ഒരു അപേക്ഷയിലൂടെ കൂടെ തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാം. അത് നിങ്ങൾ അഡ്മിഷൻ നേടുമെന്ന് ഉറപ്പുള്ള ഏത് ITIയിലേക്കും ഏത് കോഴ്സിലേക്കും നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ രീതി നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് കോഴ്സിലൊക്കെ നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാം. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ സ്റ്റെപ്പാണ്. രണ്ടാമത്തേത് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക എന്നുള്ള സ്റ്റെപ്പാണ്. അതിൽ ഫില്ല് ചെയ്യുക എന്നുള്ള സ്റ്റെപ്പിൽ തന്നെ പേഴ്സണൽ ആൻഡ് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്, കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ്, അതർ ഡീറ്റെയിൽസ്, ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്യൽ, അതുപോലെ തന്നെ ഒരു അതർ ഡീറ്റെയിൽസ് ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്യൽ, സെൽഫ് ഡിക്ലറേഷൻ എന്നീ ഇത്രയും സ്റ്റെപ്പാണുള്ളത്. ഇനി പിന്നീട് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ട ITIകൾ അതുപോലെ തന്നെ ITI ട്രേഡ് അതായത് കോഴ്സുകൾ എന്നിവ നിങ്ങൾക്ക് വേണ്ട ഓപ്ഷൻസ് തിരഞ്ഞെടുക്കുക എന്നുള്ളതും, നാലാമത്തേത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കാണുക എന്നുള്ളതും, അഞ്ചാമത്തേത് നിങ്ങൾ 100 രൂപ ഫീ പേയ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതും, പിന്നീട് ആറാമത്തേത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ ആ ഒരു പ്രിവ്യൂ പേജ് കണ്ടിട്ട് അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്നുള്ളതുമാണ് ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ തൊട്ടടുത്തുള്ള ഗവൺമെൻറ് ITIയിൽ പോയി വെരിഫിക്കേഷൻ ചെയ്യും മുമ്പ് നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ജൂലൈ 10-ാം തീയതിക്കകം നിങ്ങളുടെ ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം 10-ാം തീയതി ആയിരിക്കും ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വെരിഫിക്കേഷൻ്റേത്. ചിലപ്പോൾ ആ ഡേറ്റ് നീട്ടാമെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു അപേക്ഷ നൽകുന്നത് ജൂലൈ 10-ാം തീയതിക്കുള്ളിൽ തന്നെ പോയിട്ട് വെരിഫിക്കേഷൻ ചെയ്യാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാ കോളേജ് കോഴ്സുകളും നിങ്ങൾക്ക് നൽകാം. ഒരു തവണ അപേക്ഷ നൽകി വെരിഫിക്കേഷൻ ചെയ്യും മുമ്പ് എത്ര പ്രാവശ്യം വേണമെങ്കിലും നിങ്ങൾക്ക് എഡിറ്റിംഗ് ചെയ്യാനുള്ള സൗകര്യം ലഭ്യമായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു PDF നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് സ്വന്തമായിട്ട് അപേക്ഷിക്കേണ്ടതെന്നുള്ളത് 1 by 1 ആയിട്ട് കൃത്യമായിട്ട് സ്റ്റെപ്പായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ 1, 2, 3 എന്നിങ്ങനെ കറക്റ്റായിട്ട് ഓരോ ഡീറ്റെയിൽസും രേഖപ്പെടുത്തി എന്താണ് കൊടുക്കേണ്ടത് എന്നൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ വായിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു രീതി നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കൃത്യമായിട്ട് നൽകാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഓരോ ഡീറ്റെയിൽസും കൃത്യമായിട്ട് നമ്പർ സഹിതം ഇട്ടിട്ട് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ് അവിടെ പൂരിപ്പിക്കേണ്ടത്, റിസർവേഷൻ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് നൽകേണ്ടത്, അതുപോലെ എല്ലാവിധ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് വായിച്ച് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്യേണ്ടാവും, അതുപോലെ തന്നെ മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് ആ ഒരു ഓപ്ഷൻസ് ട്രേഡ് ചോയ്സ് എന്നിങ്ങനെയുള്ള നിങ്ങൾക്ക് വേണ്ട കോളേജ് കോഴ്സുകളൊക്കെ സെലക്ട് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് 100 രൂപയാണ് ഫീസ് വരുന്നത്. ആ ഒരു ഫീസ് അടച്ചാൽ മാത്രമേ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഈ ഒരു 100 രൂപ അടച്ച ശേഷം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ റെസിപ്റ്റ് കിട്ടും. ആ റെസിപ്റ്റും നിങ്ങളുടെ അപേക്ഷ നിങ്ങൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടോ അത് തെളിയിക്കാൻ വേണ്ട സർട്ടിഫിക്കറ്റുകളും എടുത്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ITIയിൽ പോയിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ സമർപ്പിക്കാവുന്നതും. ആപ്ലിക്കേഷൻ സമർപ്പിച്ച ശേഷം വിദ്യാർത്ഥികൾക്ക് അതായത് ആപ്ലിക്കേഷൻ സമർപ്പിക്കാന്ന് വെച്ചാൽ നേരിട്ട് പോയി കൊടുക്കുകയല്ല വേണ്ടത്. ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുക്കുക, എന്നിട്ട് പോവുക. എന്നിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ ചെയ്യാനാണ് വന്നതെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ആ ഡോക്യുമെൻറ്റ്സ് ഒക്കെ പരിശോധിച്ച് എല്ലാ ഡോക്യുമെൻറ്റ്സ് ഉണ്ടോ എന്ന് നോക്കി നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ ചെയ്യും. അങ്ങനെ വെരിഫിക്കേഷൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ അപേക്ഷ ഈ ഒരു അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കും. അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടെന്ന് കരുതുന്നു. അപ്പോൾ ITIയിലേക്ക് ഇതുവരെ അപേക്ഷിക്കാതെ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ഉടൻ തന്നെ അപേക്ഷ കൊടുക്കുക. അതുപോലെ ITIയുടെ ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് സമർപ്പിച്ച ശേഷം വെരിഫിക്കേഷൻ ചെയ്യാൻ വിട്ടുപോയിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ഗവൺമെൻറ് ITIയിൽ ജൂലൈ 10-ാം തീയതിക്കാൻ പോയിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.